ജനജീവിതം ദുസ്സഹമാകുന്ന സാഹചര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ എണ്ണവില വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്നു മുതൽ അനുഭവിക്കുന്ന ഈ LPG ലഭ്യത കുറവ്, LPGയുടെ വിലവർധന, അങ്ങനെയൊക്കെയുള്ള നിരവധിയായ കാരണങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. രൂക്ഷമായ വിലക്കയറ്റത്തിലേക്കാണ് രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പണപ്പെരുപ്പം ഉയരാനുള്ള സാധ്യതയൊക്കെ മുന്നിൽ കാണുന്നുണ്ട്. എണ്ണവില വർധനയ്ക്ക് പിന്നാലെ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക വില കൂട്ടിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇന്ന് പാൽ വില കൂടിയ ദിവസം കൂടിയാണ്. അപ്പോൾ ഒരു ചായ കുടിക്കാൻ പോലും ഇനി ചിലവേറും. അങ്ങനെ ചിലവേറിയ ദിവസങ്ങളാണ് ഓരോ മനുഷ്യരെയും കാത്തിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് സാഹചര്യം എന്നത് നോക്കാം. പാചകവാതക വില വീണ്ടും കൂടിയിരിക്കുകയാണ്. പാചകവാതക വില വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള 19 കിലോയുടെ സിലിണ്ടറിനാണ് ഇപ്പോൾ വില കൂട്ടിയിരിക്കുന്നത്. കേരളത്തിൽ 46 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഇതോടെ കൊച്ചിയിൽ ഒരു സിലിണ്ടറിന് 3131 രൂപയായി വില. ഡൽഹിയിൽ സിലിണ്ടറിന് 42 രൂപയുടെ വർധനമാണുള്ളത്. ഡൽഹിയിൽ വാണിജ്യ സിലിണ്ടറിന്റെ വില 3113 രൂപ 50 പൈസയാണ്. കൊൽക്കത്തയിൽ 53 രൂപയും സിലിണ്ടറിന് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 5 കിലോയുടെ ഫ്രീ ട്രേജ് LPG സിലിണ്ടറുകളുടെ വിലയിലും വർധനയുണ്ട്. 11 രൂപയുടെ വർധനയാണ് വരുത്തിയത്. ഇതോടെ 5 കിലോയുടെ സിലിണ്ടറിന് ഡൽഹിയിലെ വില 821 രൂപ 50 പൈസയായി. ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമൊന്നുമില്ല. പക്ഷേ ഇതൊട്ടും ആശ്വാസമല്ല. കാരണം നമുക്കറിയാം, വാണിജ്യ സിലിണ്ടറുകളുടെ വില ഉയരുമ്പോൾ അത് ഹോട്ടൽ ഭക്ഷണത്തിൻ്റെ വില വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇതിനോടകം തന്നെ ഹോട്ടൽ മേഖല വലിയ രീതിയിൽ പ്രതിസന്ധി നേരിടുകയാണ്. അപ്പോൾ അത് വലിയ പ്രതിസന്ധി തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ സിലിണ്ടറുകൾ കിട്ടാത്ത സാഹചര്യങ്ങൾ തന്നെ വലിയ രീതിയിൽ ഹോട്ടലുകളുടെ പ്രവർത്തനത്തെ ബാധിച്ചിരുന്നു. പലരും വിറകടുപ്പിലേക്കൊക്കെ മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. സ്വിഗ്ഗിയിൽ ഭക്ഷണം ഓർഡർ ചെയ്യുന്നവർക്ക് പോലും ഈ വിലവർധനയും ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റം എത്രയാണ് എന്നത് അറിയാൻ പറ്റും. നമ്മുടെ പരിസരത്തൊക്കെ കണ്ടിരുന്ന പല ഹോട്ടലുകളും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. അതിനൊക്കെ താഴെ വീണിരിക്കുന്നത് നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. വലിയ പ്രതിസന്ധിയാണ് ഈ ഹോട്ടൽ മേഖലയിലുള്ളവരുമായി ഒക്കെ സംസാരിക്കുമ്പോൾ അവരുടെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ വരുന്നത്. വലിയ പ്രതിസന്ധിയിലൂടെ ആ മേഖല കടന്നു പോകുന്നു എന്നതാണ്. വലിയ പ്രതിസന്ധി എന്ന് പറയുമ്പോൾ അവിടുന്ന് ഭക്ഷണം വാങ്ങുന്ന മനുഷ്യരെ അത് ബാധിക്കുന്നത് പോലെ തന്നെ അവിടെ തൊഴിലെടുക്കുന്നവരെയും വലിയ രീതിയിൽ ബാധിക്കും. അവരുടെ കുടുംബങ്ങളെ ബാധിക്കും. പലരും തൊഴിലില്ലാതായിട്ട് ഇരിക്കുന്ന സാഹചര്യം എത്രയോ മാസങ്ങളായി ഉണ്ട് എന്നതുകൂടി നമ്മൾ കാണണം. അപ്പോൾ വലിയ പ്രതിസന്ധിയാണ്. സമാനതകളില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മെയ് ആദ്യവും വാണിജ്യ സിലിണ്ടറുകളുടെ വില കുത്തനെ കൂട്ടിയിരുന്നു. 993 രൂപ ആയിട്ടാണ് വർധനയാണ് അന്നുണ്ടായത്. അപ്പോൾ വലിയൊരു വർധനയാണ് അന്നുണ്ടായത്. തുടർച്ചയായ എണ്ണവില വർധനയ്ക്ക് പിന്നാലെയാണ് ഈ വർധനവ് കൂടി വരുന്നത്. നമുക്കറിയാം, 4 തവണയാണ് എണ്ണവില വർദ്ധിപ്പിച്ചത്. മെയ് 15-ന് ആദ്യം വില വർദ്ധിപ്പിക്കുന്നു. ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അന്ന് ആദ്യമായി എണ്ണവില വർദ്ധിപ്പിച്ചത്. രണ്ടാം ഘട്ടമായിട്ട് മെയ് 19-ന് വില വർദ്ധിപ്പിക്കുന്നു. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമാണ് കൂട്ടിയത്. മൂന്നാം ഘട്ടം മെയ് 23-നാണ് കൂട്ടുന്നത്. പെട്രോളിനും ഡീസലിനും യഥാക്രമം 87 പൈസ 91 പൈസ എന്നിങ്ങനെ വർദ്ധിപ്പിച്ചു. നാലാം ഘട്ടമായി മെയ് 25-ന് അവസാനം ഏറ്റവും ഒടുവിൽ പെട്രോളിന് വില വർദ്ധിപ്പിച്ചു. 2 രൂപ 85 പൈസയും ഡീസലിന് 2 രൂപ 84 പൈസയുമാണ് കൂട്ടിയത്. അങ്ങനെ വലിയ ആഘാതം എണ്ണവില വർധന ഓരോ മനുഷ്യരിലും ഉണ്ടാക്കിയിട്ടുണ്ട്. എണ്ണ കമ്പനികൾ ജനങ്ങൾക്ക് കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകെയുണ്ടായ മാറ്റം 4 തവണകളായി കേരളത്തിൽ പെട്രോളിന് ശരാശരി 8 രൂപയും ഡീസലിന് 7 രൂപ 93 പൈസയുടെ വർധനയുമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ വലിയ വർധന തന്നെ ഈ 4 ഘട്ടങ്ങളിലായി ഉണ്ടായിരിക്കുന്നു. എണ്ണവില വർദ്ധിപ്പിക്കുമ്പോൾ നമുക്കറിയാം, ചരക്ക് നീക്കം, അതിനുള്ള ചിലവ് വർദ്ധിക്കും. അപ്പോൾ ഓരോ സാധനങ്ങളുടെയും വില കൂടും. ഉപഭോക്തൃ സംസ്ഥാനമാണ് കേരളം. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുത്തിയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ കേരളത്തിലേക്ക് വരുന്ന എല്ലാ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെയും സാധനങ്ങളുടെയും സാമഗ്രികളുടെയും ഒക്കെ വില കൂടുന്ന ഒരു സാഹചര്യം വരും. രാജ്യത്താകമാനം തന്നെ ഇത് ഒരു വില വർധനയിലേക്ക്, വിലപ്പെരുപ്പത്തിലേക്ക്, പണപ്പെരുപ്പത്തിലേക്ക്, വിലക്കയറ്റത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിക്കുന്നു എന്ന വിലയിരുത്തലുകളുണ്ട്. അപ്പോൾ വലിയ
ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്കറിയാം, അത് പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഈ പ്രതിസന്ധി തീരുന്നതിന് കൂടുതൽ സമയമെടുക്കുമെന്ന ഒരു കാര്യവും നേരത്തെ തന്നെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ചെലവ് ചുരുക്കൽ നടപടികൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത് സാധാരണക്കാരിലേക്ക് ഏറ്റവും ഡയറക്റ്റായി വലിയ ഭാരം അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള വർധനയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം നീണ്ടുപോകുന്നു എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ എണ്ണവിലയായാലും ഒപ്പം തന്നെ പാചകവാതക വിലയായാലും വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറുകളുടെ വിലയായാലും ഒക്കെ ഇനിയും കൂടാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിലേക്ക് വന്നാൽ മറ്റൊരാഘാതം കൂടി മലയാളികൾക്കുണ്ടായിരിക്കുകയാണ്. ഇന്ന് പാലിൻ്റെ വില കൂടിയ ദിവസമാണ്. മിൽമ സ്മാർട്ട് ലിറ്ററിന് 50-ൽ നിന്നും 54 മാറിയിരിക്കുന്നു. ടോണ്ട് മിൽക്ക് 52-ൽ നിന്നും 56-ലേക്ക് ഉയർന്നിരിക്കുന്നു. പ്രൈമിൻ്റെ വില 56-ൽ നിന്നും 60-ലേക്കും കൊഴുപ്പ് കൂടിയ മിൽമ റിച്ചിന് 6 രൂപ കൂടി 64-ലേക്കും വിലയെത്തിയിരിക്കുകയാണ്. ബോട്ടിലിൽ ലഭിക്കുന്ന 1 ലിറ്റർ പാലിൻ്റെ വില 70-ൽ നിന്നും 75 തൈര് കിലോയ്ക്ക് 10 രൂപ വരെ വർധനയുണ്ട്. 8 മാസം മുൻപ് ധാരണയായ വില വർധനയാണ് മിൽമ ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. പാലിനും തൈരിനും വില കൂടിയതൊഴിച്ചാൽ ഐസ്ക്രീം, നെയ്യ് ഉൾപ്പെടെയുള്ള മിൽമയുടെ മറ്റു ഉൽപ്പന്നങ്ങൾക്ക് തൽക്കാലം വില ഉയരില്ല. പക്ഷേ നമുക്കറിയാം, പാലിന് വില കൂടുമ്പോൾ ചായ കുടിക്കാൻ ആഗ്രഹിക്കുന്നവരെ പോലും അത് ബാധിക്കും. ചായപ്രേമികൾക്കാകും ഏറെ നിരാശ അല്ലെങ്കിൽ ഏറെ ആഘാതം ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. പാലിന് വില കൂടിയെന്ന തീരുമാനം വരുന്നതിന് മുൻപ് തന്നെ ചായ വില 15 രൂപയായി ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പാൽ വില കൂടുന്ന അത് നിലവിൽ വരുന്ന സാഹചര്യത്തിൽ ഇനി ചായയ്ക്ക് വില വർധന ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്താണ് ഈ വില വർധനയിൽ ജനങ്ങളുടെ പ്രതികരണം എന്നതുകൂടി നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ 12 രൂപ ഈടാക്കിക്കൊണ്ടെങ്കിൽ ഇന്ന് മുതൽ നമ്മൾ 15 രൂപ ഈടാക്കും. കാരണം പാലിൻ്റെ വില കൂടിയതുകൊണ്ടും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും നമുക്ക് ഇനി 15 രൂപ വെച്ച് വാങ്ങിക്കാനേ പറ്റത്തുള്ളൂ. ആൾക്കാരൊക്കെ സഹകരിക്കുമോ ഈ 15 രൂപ ചായക്കെന്ന് പറയും? 15 രൂപ ചായ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്യാസിൻ്റെയും പാലിൻ്റെയും വില കൂടുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതൊരു ചെയ്താലല്ലേ പറ്റുള്ളൂ. കാരണം നമുക്ക് വില കൂട്ടാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഇതുകൊണ്ട് ജീവിക്കുന്നതാണ്. കാരണം ചായ 5-10 കവർ പാലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടാൻ വേണ്ടിയാണ്? കാരണം ഇതുപോലെ വില കൂടി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് വില കൂട്ടിയാലേ പറ്റുള്ളൂ. ചേട്ടാ, ചായയുടെ വില കൂടുക. വില കൂടിയെന്നാൽ കുടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കുടിക്കാതിരിക്കാൻ പറ്റും. എന്ന് ഇവിടെ വന്നാ കുടിക്കുന്നത്? ഇവിടെ അല്ല, പണി ഇങ്ങോട്ടെങ്കിൽ ഇവിടെ കുടിക്കും, അങ്ങോട്ടേക്ക് അവിടെ നിന്ന് കുടിക്കും. അപ്പം അവർ പറയുന്ന ന്യായം ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ന്യായം തന്നെ. പിന്നെ അവര് നഷ്ടത്തിൽ കൊടുക്കാൻ പറ്റൂലല്ലോ. ചായ കുടിക്കുന്നതിന് കുടിച്ചല്ലേ പറ്റുള്ളൂ. ചായ കുടിക്കുന്നതിന് കുടിച്ചല്ലേ പറ്റുള്ളൂ. 15 20 കൊടുത്തേ പറ്റൂ. ചായ എന്ന് പറയുന്നത് ഒരു ശീലത്തിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ ചെലവ് ചുരുക്കാൻ എല്ലാവർക്കും ഇപ്പോൾ ചായ ഒഴിവാക്കിക്കൊണ്ട് അത് കുറയ്ക്കാം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് സാധ്യമായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ചിലരെ സംബന്ധിച്ച് അത് ജീവിതത്തിൻ്റെ അത്രയും അഭിവാജ്യമായിട്ടുള്ള ശീലമായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ എന്നാണ് ആളുകൾ പറയുന്നത്. എന്തായാലും ചായയുടെ വില വർദ്ധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ആ തീരുമാനങ്ങൾ ഉടൻ പ്രതീക്ഷിക്കുന്നു നമ്മൾ. ഈ മിൽമയുടെ പാലിൻ്റെ വില വർധന സംബന്ധിച്ച് 8 മാസം മുൻപേ തന്നെ ധാരണയായതാണ്. തെരഞ്ഞെടുപ്പ് തിരക്ക് കഴിഞ്ഞ് ഇപ്പോൾ അത് നടപ്പിലാകുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. കർഷക ക്ഷേമം മുൻനിർത്തി നടപ്പാക്കി എന്നതാണ് മിൽമ ഇതിനൊരു വിശദീകരണമായി പറയുന്നത്. കടുത്ത വരൾച്ചയും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പാലിൻ്റെ വില ഗണ്യമായി വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ മേഖലാ യൂണിയനുകൾക്ക് പാൽ വിൽപ്പനയിൽ നഷ്ടം സംഭവിക്കുന്നുണ്ട്. ഈ പാൽ ഉൽപ്പാദന ചെലവ് ഏറിയിട്ടുണ്ട്. വരുമാനം കുറഞ്ഞു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ക്ഷീര കർഷകർ അതുകൊണ്ട് തന്നെ ഏറെ പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. ഉൽപ്പാദനോപാധികളുടെ ഗണ്യമായ വിലവർദ്ധനവ് കണക്കിലെടുത്തും ക്ഷീര കർഷകരെ ഈ മേഖലയിൽ പിടിച്ചു നിർത്തുന്നതിനും പാൽ വില വർധനവ് അത്യന്തം അനിവാര്യമാണ് എന്നതാണ് ഈ വിലവർധന പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കുറിപ്പിൽ മിൽമ അറിയിച്ചിരുന്നത്. അപ്പോൾ കർഷകർക്ക് വേണ്ടിയാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. കർഷകർക്ക് നമുക്കറിയാം, മറ്റ് ജീവിത ചെലവുകൾ ഉയരുമ്പോൾ കർഷകരെ സംബന്ധിച്ച് അവർക്കും ബുദ്ധിമുട്ടേറെയാണ്. അവർക്ക് ഈ കന്നുകാലികൾക്കുള്ള തീറ്റയായാലും അതിനുള്ള മറ്റ് എല്ലാം ചിലവേറുമ്പോൾ പാലിന് വില വർദ്ധിപ്പിക്കുക അല്ലാണ്ട് മറ്റു വഴിയില്ല എന്ന് വരും. എന്തായാലും സാധാരണക്കാരെ സംബന്ധിച്ച് അവരുടെ ചിലവുകൾ കൂടുന്നു, അവരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാകുന്നു. വിലക്കയറ്റം ഏതാണ്ട് കഴുത്തൊപ്പം എത്തുന്ന ഒരു സാഹചര്യമാണ് ഓരോ സാധാരണക്കാരനെയും സംബന്ധിച്ച് ഇപ്പോൾ ഉള്ളത്.
സർക്കാരിന് ഇതിലൊക്കെ എന്ത് ഇടപെടൽ നടത്താൻ കഴിയുമെന്നൊരു ചോദ്യമുണ്ട്. ഈ പെട്രോളിൻ്റെ സെസ് എടുത്തു മാറ്റുമോ, എന്തെങ്കിലും ആശ്വാസം സംസ്ഥാനത്തിന് പ്രത്യേകമായി അതിൽ ഉണ്ടാക്കാൻ കഴിയുമോ? ആ ചോദ്യം മുഖ്യമന്ത്രിയോട് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അക്കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നു എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഇപ്പോൾ പാലിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ അത് ഹൈക്കോടതി മിൽമയ്ക്ക് പാൽ വില കൂട്ടാൻ അധികാരം നൽകി എന്ന ഒരു വാദമാണ് സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് അതിൽ ഇടപെടാൻ കഴിയില്ല എന്നൊരു കാര്യം പറയുന്നുണ്ട്. എന്തായാലും നമുക്കറിയാവുന്ന ഒരേ ഒരു കാര്യം, കൂടുന്ന വിലയൊന്നും പിന്നീട് കുറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അത് എണ്ണ വിലയുടെ കാര്യത്തിലായാലും മറ്റു കാര്യത്തിലായാലും കുറയുന്ന ശീലമൊന്നുമില്ല. അപ്പോൾ നമ്മൾ വരവിനൊപ്പം അല്ലെങ്കിൽ അതിനനുസരിച്ച് ചെലവ് ചുരുക്കി ജീവിക്കാൻ ഇനി ബുദ്ധിമുട്ടുന്ന ഒരു സമയമായിരിക്കും എന്തായാലും ഓരോരുത്തരെയും സംബന്ധിച്ച് കാത്തിരിക്കുന്നത്. ഇനിയും എന്തൊക്കെ സംഭവിക്കാനിരിക്കുന്നു എന്നത് കാത്തിരുന്ന് തന്നെ കാണാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.